3 പേരുടെ റിസൾട്ടാണ് പോസിറ്റീവായിട്ടുള്ളത്. ഇപ്പം പോസിറ്റീവായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻ്റ് ഉള്ളത്. ഒരാൾ നമുക്കറിയാം നേരത്തെ മരിച്ചുപോയ പേഷ്യൻ്റ്, അതും പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് വെച്ചാൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത പരിശോധനയിൽ അമീബ ട്രോഫോസോയിഡ്സ് എന്ന് പറയും, അത് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ പേരൂർക്കടയുള്ള ഒരാളിനും കൂടെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഈ കൂട്ടത്തിലുള്ളതല്ല, മറ്റൊരാളിനും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ വൈകിട്ട് 3-ന് DMO പറഞ്ഞതാണെങ്കിലും വൈകിട്ടായപ്പോൾ അമീബിക് മസ്തിഷ്ക രോഗം പിടിപെട്ടത് 6 പേർക്കാണെന്ന് ആരോഗ്യവകുപ്പിൻ്റെ സ്ഥിരീകരണമെത്തി. അതേസമയം ഇപ്പോഴും രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താതെ കുഴയുകയാണ് ആരോഗ്യവകുപ്പ്. നെല്ലിമൂട്ടിലെ കാവൻകുളത്തിൽ കുളിക്കുകയും തുടർന്ന് മരിക്കുകയും ചെയ്ത അഖിൽ ഉൾപ്പെടെ 5 പേരാണെങ്കിലും കുളിച്ചു എന്ന് കരുതപ്പെടുന്ന കുളത്തിലെ വെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യമില്ലെന്ന പബ്ലിക് ഹെൽത്ത് ലാബിലെ റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പിനെ വലയ്ക്കുന്നത്. കൂടാതെ നെയ്യാറ്റിൻകരയിലെ രോഗബാധിതരുമായി യാതൊരു ബന്ധവുമില്ലാത്ത പേരൂർക്കട സ്വദേശി വിജിത്തിന് രോഗം സ്ഥിരീകരിച്ചതും ആരോഗ്യവകുപ്പിനെ കുഴയ്ക്കുന്നുണ്ട്. അതേസമയം പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഏകോപനമില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ബന്ധുക്കൾക്കുമുണ്ട്. ഇന്നലെ സംഭവസ്ഥലം സന്ദർശിക്കാനായി എത്തിയ DMO ഡോക്ടർ ബിന്ദു മോഹനെതിരെ പ്രതിഷേധമുണ്ടാവുമെന്ന് അവലോകന യോഗത്തിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതോടെ സന്ദർശനം DMO ഒഴിവാക്കി. സാർ, അങ്ങനെ പറയുവാണെങ്കിൽ ഇന്നലെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡം പറഞ്ഞു, ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അമീബ ഉണ്ടാകുന്നുണ്ട്, അതിൽ നിന്നാണ് ഈ അസുഖം വന്നെന്നും പറയുന്നുണ്ട്. പക്ഷെ 40ഓളം പേരെ ഇവർ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷേ ഇതുവരെ ആരോഗ്യ വകുപ്പിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു സഹകരണം ഒരു ഇതും ഉണ്ടായിട്ടില്ല. അതിനുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്യുന്നില്ല. ഇപ്പം മാഡം തന്നെ ഇന്നലെ സ്ഥിരീകരിച്ചു, ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ സ്ഥിരീകരിച്ചു, പായലുള്ള വെള്ളത്തിൽ നിന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും മലിനമായി കിടക്കുന്ന വെള്ളത്തിൽ നിന്നും ചെളിയുള്ള വെള്ളത്തിനും ചെളിയുടെ അടിത്തട്ടിൽ നിന്നാണ് ഈ അമീബ എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ടാകുന്നതെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇവരാരും ഞങ്ങളുടെ വീടുകളിൽ വരികയോ ഇതിനുള്ള കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പം ഷ്യാം എന്ന് പറഞ്ഞ എൻ്റെ സഹോദരനും ഇപ്പം നിലവിൽ ICUയിലേക്ക് മാറ്റുവാണ്. ഈ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ സഹോദരനെ ICUയിലേക്ക് മാറ്റുവാണ്. ഞങ്ങൾ എന്താണ് സാറേ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതും, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഇവർ ചെയ്യുന്നത്? അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു അസുഖം തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വെൻപൽ ആശുപത്രി ചെല്ലുന്നു, അവിടെ നിന്ന് അവർ റെഫർ ചെയ്യുന്നു മെഡിക്കൽ കോളേജിലേക്ക്. അല്ലാതെ അവരായിട്ട് വന്ന ഒരു കാര്യവും കണ്ടെത്തി ഞങ്ങളെ ഓരോ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം മരണപ്പെട്ട അഖിലിനും ഇതേ അവസ്ഥയായിട്ട്, അല്ലെങ്കിൽ ഇതേ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ, ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ ഇത്രയും ലക്ഷണങ്ങളോട് കൂടി പോയിട്ട് പോലും അവർ സാധാ ഒരു ഗുളിക മരുന്നും കൊടുത്തു വിട്ടവരാണ്. എന്നിട്ടും ഇതെല്ലാം സ്ഥിരീകരിച്ച് മന്ത്രി പ്രസ്താവന നടത്തിയിട്ട് പോലും ആരോഗ്യ വകുപ്പിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ തരുന്നില്ല. 40ഓളം പേര് ഈ കുളത്തിൽ നിന്ന് കുളിച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഇത് വരുന്നുണ്ട്, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഈ കുളത്തിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ റിസൾട്ട് 27-ാം തീയതി കിട്ടിയതാണ്. പക്ഷേ ഇന്നാണ് ഞങ്ങളുടെ കയ്യിലേക്ക് പഞ്ചായത്തുകാർ അത് തരുന്നത്. അവരിന്നും പറഞ്ഞത് ഈ റിപ്പോർട്ട് ഇന്നലെ അവർ ചെന്നാണ് ഇത് വാങ്ങിച്ചതെന്ന് പറയുന്നു. പക്ഷേ 27-ാം തീയതി തന്നെ ഇത് ഇവർക്ക് കിട്ടിയതായിട്ടുള്ള ആ റിപ്പോർട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇവരാരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. മന്ത്രി ഇന്നലെ പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് 27-ാം തീയതി തന്നെ ഈ കുളത്തിൽ നിന്ന് അവർ നെഗറ്റീവ് എന്നുള്ളൊരു റിപ്പോർട്ട് DMO കൊടുത്തെന്നാണ് ഇവർ പറയുന്നത്. വേറെ ഒരു സാമ്പിൾ ഇവർ എടുക്കുകയാവട്ടെ കൊണ്ടുപോയാട്ടെ, പഞ്ചായത്തുകാരുടെ അടുത്ത് ഇന്ന് ഞങ്ങൾ നേരിട്ട് പോയി ഞങ്ങളുടെ വാർഡ് മെമ്പറിൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ഇനി ഇത് എവിടെയെങ്കിലും സാമ്പിളിന് അയച്ചിട്ടുണ്ടോ, ഇനി ഇതിലേതെങ്കിലും റിസൾട്ട് കിട്ടാനുണ്ടോ? അപ്പോഴും മെമ്പർ പറഞ്ഞത് ഇനി റിസൾട്ട് കിട്ടാനില്ല, ഞങ്ങൾ കൊടുത്ത DMOയുടെ റിസൾട്ടാണിത്. പക്ഷേ ഈ അസുഖം സ്ഥിരീകരിച്ച ആൾക്കാരെ 2-3 ടെസ്റ്റുകൾ ചെയ്തിട്ട് അറിഞ്ഞില്ല. നട്ടലിൽ നിന്ന് മജ്ജ എന്ന് പറഞ്ഞ ഒരു സാമ്പിൾ സ്രവം എടുത്തുകൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് ഇതാണെന്ന് അറിയുന്നതും പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിക്കുന്നതും. അപ്പം നിസ്സാരം ഒഴുകിപ്പോകുന്ന ഇവർ വന്ന് DMO ഈ വെള്ളം എടുക്കാൻ വന്നത് രാത്രി 9:30-ക്കാണ്. ഈ വെള്ളം എടുത്തപ്പോഴും ഞാൻ കൂടെയുണ്ട്. ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നിന്നാണ് ഇവർ എടുത്തുകൊണ്ട് പോയത്. അതായത് ആ ഒരു പൈപ്പിൽ കൂടെ പോകുന്ന വെള്ളത്തിൻ്റെ ഭാഗത്തിൽ നിന്നാണ് ഇവർ എടുത്തുകൊണ്ട് പോകുന്നത്. ഈ വെള്ളം കലക്കി എടുത്തിട്ടില്ല. ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഒരു തടി കഷ്ണമോ ഒരു മരമോ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ വെള്ളം കലക്കി ഇതിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് വന്ന് പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക, മന്ത്രിയുടെ അടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന അതാണ്. തുടർന്ന് മരിച്ച അഖിലിൻ്റെ ബന്ധുക്കൾ വെൺപകൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ടെത്തിയാണ് തങ്ങളുടെ ആകുലതകൾ DMOയെ അറിയിച്ചത്. കുളത്തിലെ സാമ്പിൾ എടുത്തത് തെളിഞ്ഞ വെള്ളത്തിലാണെന്ന പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ഇന്ന് ആരോഗ്യവകുപ്പ് കുളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജലം പരിശോധനയ്ക്കായി എടുക്കും. നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരെ ഒറ്റ വാർഡിലേക്ക് മാറ്റി.
ഇന്ന് DMOയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും ചേരുന്നുണ്ട്. ടൈം ബി ന്യൂസ്, തിരുവനന്തപുരം.